ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളെയും ബാധിക്കുന്ന വലിയൊരു കൊള്ളയെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് സി ടൈംസ് E20യിൽ പെട്ടവരെന്ന പേരിൽ ഒരു അന്വേഷണ യാത്ര തുടങ്ങിയത്. വടക്കൻ കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങി ഇപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. E20 പെട്രോൾ, ഇപ്പോൾ പെട്രോൾ പമ്പുകളിൽ E20 പെട്രോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ആ E20 പെട്രോൾ എത്രമേൽ അപകടകാരിയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന നിരവധി അനുഭവങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അതായത് E20 പെട്രോൾ 2023 മുൻപുള്ള വാഹനങ്ങൾക്ക് ചേർന്നതല്ല എന്ന് ഉള്ള വിവരങ്ങൾ, വാർത്തകൾ അടിവരയിടുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ യാത്രയിൽ മുഴുവൻ കേട്ടത്. വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളെ നിരന്തരം കേടുവരുത്തുന്നു. ഇനി ഈ കേടുകൾ നന്നാക്കിയാൽ പോലും വീണ്ടും വീണ്ടും കേടുവരുന്ന സാഹചര്യം, അത് സത്യമാണ്, അനുഭവ സാക്ഷ്യമാണ്, നമ്മൾ കേട്ടതല്ല. മാത്രമല്ല വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നു എന്നുള്ള മറ്റൊരു വിഷയവും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഈ E20 പെട്രോൾ പ്രശ്നം. രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇത് ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന സംഗതിയാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. മാത്രമല്ല വലിയ പ്രക്ഷോഭം ഞങ്ങൾ നയിക്കാൻ പോകുന്നു എന്നുള്ള കാര്യവും രാഹുൽ ഗാന്ധി അതിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, ഇത് പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ വലിയ വിഷയത്തിൽ ഉള്ള ആളുകളുടെ പ്രയാസം എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര തുടരുന്നത്. നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് യാത്ര തുടരും. ഇനിയിപ്പോൾ എറണാകുളം ജില്ലയിൽ എങ്ങനെയാണ് ആളുകൾക്ക് ഇതിൽ പ്രതികരിക്കാനുള്ളത് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. വടക്കൻ കേരളത്തിൽ കേട്ട അതേ ആശങ്കകൾ തന്നെ, പ്രയാസങ്ങൾ തന്നെ, നഷ്ടങ്ങൾ തന്നെ മധ്യ കേരളത്തിലെയും ജനം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഉടമകൾ, സാധാരണ ടാക്സി ഡ്രൈവർമാരൊക്കെ ഉന്നയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിശദമായി കേൾക്കണം. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ വിഷയമെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ, പെട്രോളിൽ ഓടേണ്ട വാഹനങ്ങളിൽ 20% എഥനോൾ കലർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ് യന്ത്ര തകരാറുകളിലേക്ക് നയിക്കുന്നത്. അതാണ് മൈലേജ് ഷോർട്ടിലേക്ക് നയിക്കുന്നത്. ഇത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. സിയാം എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ സംഘടന തന്നെ ഇതിൽ കൃത്യമായി യന്ത്രഭാഗങ്ങൾ കേടുവരുന്നുവെന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടതാണ്. അത് പിന്നീട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് പിൻവലിപ്പിച്ചതുമാണ്. അങ്ങനെയുള്ള നിരവധി റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഫാക്റ്റുകൾ നിലനിൽക്കുകയാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. മറ്റൊരു വിഷയം പറയാനുള്ളത്, ഇതിൽ ആർക്കാണ് ലാഭം, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾ, പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എന്ന ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. അവിടെയാണ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കൾക്ക് എഥനോൾ നിർമ്മാണ കമ്പനികളിൽ വലിയ ഷെയറോ ഉടമസ്ഥാവകാശം തന്നെയോ ഉണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ്, ഒപ്പം തന്നെ മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ്, ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തോ ഇവരുടെ മക്കളാണ്. ഒന്ന് സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ നിഖിൽ ഗഡ്കരി, അത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകനാണ്. മാനസ് അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്ടറായി സാരൻ ഗഡ്കരി നമ്മുടെ ഗതാഗത മന്ത്രിയുടെ മകനാണ്. അപ്പോൾ മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഷെയറിൻ്റെ വാല്യൂ കൂടിയത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ എത്ര പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മളെ കൊള്ളയടിക്കുന്നത് എന്നത് കൂടി വ്യക്തമാകും. 2024 വെറും 40 രൂപയുണ്ടായിരുന്ന സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ 2025 ഒക്ടോബർ ആയപ്പോൾ കുതിച്ചുയർന്നത് 3100 രൂപയ്ക്ക് മുകളിലേക്കാണ്. ഈ സിയാനിൻ്റെ ഒരു സബ്സിഡറി സ്ഥാപനം തന്നെയാണ് മാനസ് അഗ്രോ ഇൻഡസ്ട്രീസും. അപ്പോൾ ഒരു കൂട്ടുകച്ചവടം ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ വിറ്റുവരവിലുണ്ടാകുന്ന വലിയ വളർച്ച കൂടി നമ്മൾ കാണണം. 2022 അല്ലെങ്കിൽ 2021 കാലത്ത് 200 കോടിക്ക് മുകളിൽ മാത്രമുണ്ടായിരുന്ന വിറ്റുവരവ് 2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ ഈ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ വിറ്റുവരവ് എത്തുന്നത് 2200-ലേറെ കോടിക്ക് മുകളിലേക്കാണ്. അപ്പോൾ എത്രമേൽ വലിയ ലാഭം ഇവർ കൊയ്യുന്നു, അത് ആരെ കൊള്ളയടിച്ചാണ് ഇത്രയും ലാഭം കൊയ്യുന്നത് എന്ന ചോദ്യമൊക്കെ ഇവിടെ ബാക്കിയാകുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ കൊള്ള ഒരു ഭാഗത്ത് നടക്കുന്നു, മറ്റൊന്ന് സാധാരണക്കാരുടെ ജീവിതം തന്നെ ദുഷ്കരമാകുന്ന നിലയിലേക്ക് മാറുന്നു. നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ നട്ടോട്ടമോടുന്ന സാധാരണക്കാർ മാസം കിട്ടുന്ന ശമ്പളത്തിൻ്റെ, ചെറിയ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഒരു തവണ ശരിയാക്കിയാലും വീണ്ടും വീണ്ടും വാഹനങ്ങൾ കേടുവരുന്ന അവസ്ഥ വരുമ്പോൾ, അവരുടെ മൈലേജ് കുറയുന്ന അവസ്ഥ വരുമ്പോൾ ജീവിതം തന്നെ താളം തെറ്റുന്ന വലിയ ജനകീയ പ്രശ്നമായി ഇത് രാജ്യത്ത് ഉയർന്നു വരികയാണ്. ആ പ്രശ്നത്തിലാണ് സി ടൈംസ് ഈ യാത്ര തുടരുന്നത്. ഈ അന്വേഷണ പരമ്പര തുടരുന്നത്. നമ്മൾ എറണാകുളം ജില്ലയിലെ വാഹന ഉടമകളെ, വർക്ക്ഷോപ്പ് ഉടമകളെ, ടാക്സി ഡ്രൈവർമാരെയൊക്കെയാണ് നേരിട്ട് കണ്ട് അവരുടെ പ്രയാസങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സി ടൈംസിനൊപ്പം തുടരുക.